പുതിയ മാർപ്പാപ്പ ലിയോ 14 അത്ര അമേരിക്കക്കാരനല്ല എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ ജനിച്ചു വളർന്നുവെങ്കിലും അദ്ദേഹം ദീർഘകാലം പെറുവിലായിരുന്നു. അവിടുത്തെ പൗരത്വം എടുത്തു. അവിടെ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ അംഗമായിരുന്നു. പിന്നീട് അദ്ദേഹം അവിടുത്തെ ബിഷപ്പായി. അതിനുശേഷമാണ് അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുവന്നും റോമിൽ ഈ ആഗോളതലത്തിൽ ബിഷപ്പുമാരെ വാഴിക്കുന്നതിനുള്ള കണ്ടെത്തുന്നതിനുള്ള ഡിക്കാസ്റ്ററിയുടെ തലവനായി നിയമിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ 2 വർഷം മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളാക്കുന്നത്. ഇപ്പോഴിതാ മാർപ്പാപ്പയും. അപ്പം ഇദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ പെറൂവിയൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച അദ്ദേഹം പെറൂവിയൻ മാർപ്പാപ്പയാണ്. പെറൂവിയൻ സിറ്റിസനും അതുകൊണ്ട് അവിടുത്തെ മാർപ്പാപ്പയാണ്. അമേരിക്കയിലെ അങ്ങനെ പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയുണ്ടായി. എന്തായാലും ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസിലെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു, പ്രധാനമായിട്ട് പറയുന്നത് ഇതാണ്: ഇനി മുതൽ പ്രസിഡന്റ് ട്രംപ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കക്കാരൻ. ആ സ്ഥാനം പോപ്പ് ലിയോയ്ക്ക് കൈമാറപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ അത് പോപ്പ് ലിയോയുടെ പല നയങ്ങളെപ്പറ്റിയും അദ്ദേഹം സംസാരിക്കുകയുമുണ്ടായി, ഈ ലേഖനത്തിൽ സംസാരിക്കുകയുമുണ്ടായി. അപ്പോൾ ഇവിടെ ഈ പോപ്പ് ലിയോയെപ്പറ്റി ഏറ്റവും നിന്ദ്യമായ പരാമർശങ്ങൾ ഈ മാഗ റിപ്പബ്ലിക്കൻസിൽ നിന്ന് കാണുകയുണ്ടായി. ലോറ ലൂമർ എന്ന് പറഞ്ഞൊരു കക്ഷി, എവരെ വിചാരിച്ചിട്ട് എന്തോ ട്രംപിൻ്റെ ഒരു ഒരു കൂട്ടുകക്ഷിയാണ്. അവര് പറഞ്ഞിട്ട് ട്രംപിനോട് പല ലോയൽറ്റി പോരാ എന്ന് പറഞ്ഞ് കാര്യപ്പെട്ട കുറേ ആളുകളെയൊക്കെ പിരിച്ചുവിടുന്നതിനൊക്കെ അവർക്ക് കഴിഞ്ഞു. അത്രയ്ക്ക് സ്വാധീനമുള്ള സ്ത്രീയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ പോപ്പ് ഹീസ് ആൻറ്റി ട്രംപ്, ആൻറ്റി മാഗ, പ്രോ ഓപ്പൺ ബോർഡേഴ്സ് ആൻഡ് ടോട്ടൽ മാർക്സിസ്റ്റ് ലൈക്ക് പോപ്പ് ഫ്രാൻസിസ്. എന്നിട്ട് അവർ പറയുന്ന കാത്തലിക്സ് ഡോണ്ട് ഹാവ് എനിത്തിങ് ഗുഡ് ടു ലുക്ക് ഫോർവേഡ് ടു, ജസ്റ്റ് അനദർ മാർക്സിസ്റ്റ് പപ്പറ്റ് ഇൻ ദി വത്തിക്കാൻ. അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം അവർക്ക് ഉണ്ടോ? ഇത്രയും ധിക്കാരമായിട്ട് ഒരാളെ മാർക്സിസ്റ്റ് എന്നൊക്കെ വിളിക്കാനായിട്ട് അത് ഡിഫമേഷനാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പറയാനോ അത് കത്തോലിക്കാ സഭയുടെ പരമോന്നത നേതാവിനെ ഇത്ര ആക്ഷേപകരമായിട്ട് സംസാരിക്കാനായിട്ട് ആ സ്ത്രീക്ക് എങ്ങനെ ധൈര്യം വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. ഈ മാർപ്പാപ്പ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഫെഡറലിസ്റ്റ് എന്ന് പറഞ്ഞ തീവ്ര വലതുപക്ഷ ആ പ്രസ്ഥാനം ആ പത്രവും മാർപ്പാപ്പയ്ക്കെതിരെ ആക്ഷേപിക്കുകയുണ്ടായി. ജോർജ് ഫ്ലോയിഡിന് അനുകൂലമായിട്ട് മാർപ്പാപ്പ പറഞ്ഞു. ജോർജ് ഫ്ലോയിഡിനെ പിന്നെ കഴുത്തിന് കാലുകൊണ്ട് ഞെക്കിപ്പിടിച്ച് ഒരു പോലീസുകാരൻ കൊല്ലുമ്പോൾ മാർപ്പാപ്പ പിന്നെ എങ്ങനെ പറയണം? അപ്പോൾ ആ ഡേവിഡ് ഫ്രഞ്ച് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നതാണ്. മാർപ്പാപ്പ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ പ്രതികരിച്ചതേ ഉള്ളൂ, അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മാർക്സിസ്റ്റ് ആയതുകൊണ്ടോ ഇടതുപക്ഷം ആയതുകൊണ്ടോ അല്ല പറഞ്ഞത്. കത്തോലിക്കൻ ആയതുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ അനുസരിച്ച് പ്രതികരിച്ചു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു, മാർപ്പാപ്പ അമേരിക്കക്കാരുടെ കാര്യം നോക്കുക, അതാണ് പ്രധാനം, അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മുടെ വിശ്വാസം അതല്ല, എല്ലാ മനുഷ്യരെയും സഹോദരരായിട്ട് കണക്കാക്കണമെന്നാണ്, അങ്ങനെയാണ് ക്രിസ്തു പഠിപ്പിച്ചതും അങ്ങനെയാണ് നമ്മുടെ വിശ്വാസവും എന്ന് തിരുത്തി. അപ്പോൾ അതെല്ലാം ഈ മാഗ റിപ്പബ്ലിക്കൻസിനെ ചൊടിപ്പിച്ചു. അദ്ദേഹം മാർക്സിസ്റ്റാണ്, ഇടതുപക്ഷമാണ്, ട്രംപിനെതിരാണ് എന്നുള്ള രീതിയിൽ. എന്തായാലും അവർക്ക് ആശ്വസിക്കാം. മാർപ്പാപ്പായുടെ മൂത്ത സഹോദരൻ ജോൺ ഈ മാഗ റിപ്പബ്ലിക്കനാണ്. അവരുടെ നിലപാടുകളൊക്കെ തന്നെ അനുകൂലിക്കുന്ന ആളാണ്. അദ്ദേഹം അത് ട്വീറ്റ് ചെയ്യുകയും അതിനനുകൂലമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെ കൂടുതൽ സംസാരിച്ച് പോപ്പിനെ വിഷമത്തിലാക്കാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു മൂത്ത 2 സഹോദരന്മാർ. അപ്പോൾ ഈ മാർപ്പാപ്പ എന്ന നിലയിൽ എല്ലാ മനുഷ്യരെയും കാണുകയും എല്ലാത്തിനെയും കാണുകയും എന്ന് മാത്രമല്ല ക്രിസ്തു പഠിപ്പിച്ചതിനെ ആ രീതിയിൽ തന്നെ പിന്തുടരുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ മാർപ്പാപ്പായുടെ ചുമതല. അപ്പോൾ ആ രീതിയിൽ മാർപ്പാപ്പായുടെ നിലപാടുകളെ മാർക്സിസ്റ്റ് ആണെന്നോ ഇടതുപക്ഷമാണെന്നോ പറയുന്നതിന് ഒരർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അത് ഡേവിഡ് ഫ്രഞ്ച് പറയുന്നത് അത് ജസ്റ്റ് ക്രിസ്ത്യനാണ്, അദ്ദേഹം കത്തോലിക്കനൊന്നുമല്ല. അദ്ദേഹം പറയുകയാണ് അത് ക്രിസ്ത്യൻ ആണെങ്കിൽ അങ്ങനെ തന്നെ പറയണം, അങ്ങനെയാണ് പറയുക എന്നുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ലോകരംഗത്ത്. അപ്പോൾ ഡേവിഡ് ഫ്രഞ്ച് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്: 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ട്രംപിൻ്റെ കാലം കഴിയും, 3 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക്. എന്നാൽ മാർപ്പാപ്പ ഇപ്പം 69 വയസ്സേ ഉള്ളൂ. ഒരുപാട് വർഷം, 20, 25, 30 ഒക്കെ വർഷം സഭയെ നയിക്കും. ഒരു ധാർമ്മിക ശക്തിയായിട്ട് സഭയ്ക്കിപ്പം നമുക്ക് പഴയ കാലത്തെ പോലെ സൈനിക ശക്തിയോ സാമ്പത്തിക ശക്തിയോ ഒന്നും സഭയ്ക്കില്ല. പക്ഷേ ഒരു ധാർമ്മിക ശക്തി മാർപ്പാപ്പായ്ക്കുണ്ട്. മാർപ്പാപ്പമാർ പറയുന്നതിന് ഒരു ധാർമ്മികതയുടെ ഒരു പിൻബലം ഉണ്ട്. അത് തീർച്ചയായിട്ടും അദ്ദേഹവും ഉയർത്തിപ്പിടിക്കുമെന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം. ഈ മാർപ്പാപ്പയെ പറ്റി പറയുമ്പോൾ അമേരിക്കൻ അല്ല എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മാർപ്പാപ്പ എത്രമാത്രം വെള്ളക്കാരനാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂട്ടുകളെ പറ്റി, അദ്ദേഹത്തിൻ്റെ വേരുകളെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വല്യപ്പൻ ഹെയ്ത്തിയിൽ നിന്ന് വന്ന ഒരു കറുത്തവർഗ്ഗക്കാരനായിരുന്നു. കറുത്തവർഗ്ഗക്കാരനോ ഹെയ്ത്തിയിൽ നിന്ന് വന്നയാളാണ്. അപ്പോൾ 1900 സെൻസസിൽ അമ്മയുടെ അച്ഛനാണ്. 1900 സെൻസസിൽ ഈ ഹെയ്ത്തിയിൽ നിന്ന് വന്ന ഒരു ബ്ലാക്ക് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് 10 വർഷം കഴിഞ്ഞുള്ള സെൻസസിൽ ഇത് വൈറ്റ് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പം ബ്ലാക്കും വൈറ്റും ക്രിയോൾ വംശജനാണ്, ഒരു മിക്സഡ് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എങ്ങനെയായാലും പ്യുവർ വൈറ്റ് എന്ന് പറയേണ്ടതില്ല. പിന്നെ നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആളുകൾ സ്പെയിനിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ഒക്കെ വന്ന അനാഥരായിട്ടൊക്കെ ഇവിടെ വന്നവരാണ്. അങ്ങനെയുള്ളൊരു പാരമ്പര്യമാണുള്ളത് എന്ന് പറയുന്നു. എങ്ങനെയായാലും ഈ അരിസ്റ്റോക്രസി ഒന്നുമല്ല ഈ മാർപ്പാപ്പ ജനിച്ചു വളർന്ന വീട്, ചിക്കാഗോയിലെ ആ വീട്, അത് കഴിഞ്ഞ വർഷം വിറ്റത് $66,000. അപ്പോൾ നമുക്കറിയാമല്ലോ, ആ ചെറിയൊരു വീട്. അത് ഈ വർഷം അത് കുറച്ച് പണികളൊക്കെ ചെയ്ത് അത് ഏജൻറ്റ് 1,92,00,000 വിൽക്കാനായിട്ട് ലിസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് മാർപ്പാപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആ വീട് ഏതായാലും ഇപ്പം മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചു. ഇനിയിപ്പം വീട് കുറച്ചുകൂടിയൊക്കെ പുതുക്കി മാർപ്പാപ്പായുടെ ജനിച്ച ഭവനം എന്ന് പറഞ്ഞ് വില കൂട്ടി വിൽക്കാനായിട്ട് കഴിയുമല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർപ്പാപ്പ എന്ന നിലയിൽ ഈ ബഹുസ്വരതയുടെ ഒരു വക്താവാണ് മാർപ്പാപ്പ. അമേരിക്കനാണ്, പെറൂവിയനാണ്, വെള്ളക്കാരനാണ്, കറമ്പനാണ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ്. എല്ലാത്തിൻ്റെ ഒരു എല്ലാം കൂടെ ചേർന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ആർക്കും ആഫ്രിക്കയിൽ ഇന്നിപ്പോൾ കത്തോലിക്കാ സഭ ഏറ്റവും കൂടുതൽ വളരുന്നത്, കത്തോലിക്കാ സഭയും ക്രിസ്തുമതവും ഏറ്റവും വളരുന്ന ആഫ്രിക്കയിലാണ്. അപ്പോൾ ആഫ്രിക്കയിലുള്ളവർക്കും ആശ്വസിക്കാം, മാർപ്പാപ്പായുടെ റൂട്ടുകളിൽ അവരുടെ ആഫ്രിക്കൻ രക്തവുമുണ്ട്, കറുത്ത വർഗ്ഗക്കാരുടെ ആ രക്തവുമുണ്ട് എന്ന് അവർക്ക് ആശ്വസിക്കാമെന്ന് തോന്നുന്നു. എങ്ങനെയായാലും ഈ മാർപ്പാപ്പായ്ക്കെതിരെ പറഞ്ഞു നടക്കുന്നവരെ ഇപ്പം രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് തീവ്ര വലതുപക്ഷക്കാരും, ചുരുക്കമായിട്ട് ഈ സെക്സ്വൽ അബ്യൂസ് ആളുകൾ ഈ കുട്ടികളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിച്ച്, വൈദികർ കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിച്ച കേസുകൾ. അപ്പോൾ മാർപ്പാപ്പായ്ക്കെതിരെ അങ്ങനെയുള്ള ആരോപണമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പെറുവിലായിരുന്ന ബിഷപ്പായിരുന്നപ്പോഴും അതുപോലെ തന്നെ ചിക്കാഗോയിൽ അഗസ്റ്റീനിയൻസിൻ്റെ തലവനായിരുന്നപ്പോഴും 2 കേസുകൾ മറ്റു വൈദികരെ പറ്റി ഉണ്ടായി. അത് അവർക്കെതിരെയുള്ള ആ കേസുകളിൽ വേണ്ട വിധം പ്രതികരിച്ചില്ല എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. ചിക്കാഗോയിലേത് ഒരു വൈദികൻ, അത് ചിക്കാഗോ അതിരൂപതയുടെ കീഴിലുള്ള വൈദികനാണ്. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹം ഇവരുടെ മൊണാസ്ട്രിയിൽ, അഗസ്റ്റീനിയൻ മൊണാസ്ട്രിയിൽ താമസിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മേൽ അന്ന് തലവനായിരുന്ന ഇപ്പോഴത്തെ പാപ്പായിക്ക് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇനി പെറുവിലെ കാര്യമാണെങ്കിൽ പെൺകുട്ടികളാണ്, ചെറിയ പെൺകുട്ടികൾക്കെതിരെ ആരോപണം ഉണ്ടായി. അപ്പോൾ ആ ആരോപണം സിവിൽ അതോറിറ്റീസിനെ, പോലീസിനെ അറിയിക്കാനാണ് മാർപ്പാപ്പ അന്ന് അവരെ ഉപദേശിച്ചതെന്നാണ് പറയുന്നത്. എന്നാൽ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട് എന്ന് മാത്രം. പക്ഷെ അത് എത്രമാത്രം ശരിയാണെന്ന് പറയാനാവില്ല. കൂടുതലും ആരോപണങ്ങളും അസത്യമായിട്ടുള്ള പ്രചാരണങ്ങളുമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ലോകരംഗത്ത് മാർപ്പാപ്പായുടെ സ്വാധീനവും പ്രാധാന്യവും ഉയർന്നു തന്നെ നിൽക്കുന്നു. അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എല്ലാവർക്കും സ്വീകാര്യനായ ഒരു മാർപ്പാപ്പ ആയിരിക്കട്ടെ എന്നും ആശിക്കാം. ഇനി ഇതിൻ്റെ ഇടയിലാണ് ഈ സഭ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ സഭയുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കുമ്പോഴൊക്കെ ആ സഭ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ സഭയായിരുന്നു എപ്പിസ്കോപ്പൽ സഭ. അവിടെ എല്ലാത്തരം സ്വവർഗ വിവാഹമാകാം, വനിതകൾക്ക് ബിഷപ്പാകാം, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വെള്ളം ചേർക്കാൻ തുടങ്ങി. ആ സഭയെല്ലാം ഇന്ന് തകർന്നു പോകുന്ന സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടനിൽ ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഏറ്റവും പവർഫുൾ ആയിരുന്ന ചർച്ച് ഓഫ് ഇംഗ്ലണ്ടാണ്. അവിടെയും ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെ വന്നുകൂടി അതിൽ നിന്ന് ആളുകൾ പിന്മാറുന്ന സ്ഥിതി വന്നു. നേരെ മറിച്ച് ഈ ഇസ്ലാം മതം ശക്തിപ്പെടുന്നു എന്ന് പറയുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്താണ്? അവരവരുടെ വിശ്വാസത്തിൽ അണുവിട മാറ്റം വരുത്താനായിട്ട് സമ്മതിക്കില്ല. ആ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ ശക്തി എന്ന് തോന്നുന്നു. ക്രൈസ്തവർ അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു. അതോടുകൂടി ആ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കുമ്പോൾ ആ വിശ്വാസത്തിനുള്ള പ്രാധാന്യം കുറയുന്നു. അത് ആണ് ഈ ക്രൈസ്തവ സമൂഹങ്ങളെയൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ മാർപ്പാപ്പയൊക്കെ ആ വളരെ ലിബറൽ നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് പറയുന്നു.
അത് മാർപ്പാപ്പ സ്വീകരിച്ചെങ്കിലും അതനുസരിച്ചുള്ള മാറ്റങ്ങളൊന്നും സഭയിൽ വരുത്തിയിട്ടില്ല. മാർപ്പാപ്പ പിന്നെ അങ്ങനെയല്ലേ ആ ഒരു മാനുഷികതയുടെ ഒരു പരിവേഷമല്ലേ വേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ചു പോകും. എന്തായാലും പുതിയ മാർപ്പാപ്പ ആ, പിന്നെ അത്ര ലിബറൽ അല്ല, എന്നാൽ അത്ര കടുപിടുത്തക്കാരനുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവിധ ആശംസകളും.